നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ സോസിഡാഡ് പോരാട്ടം. വാവ്, ഒരു ക്വിക്ക് റിവ്യൂ, വളരെ പെട്ടെന്ന് കാര്യങ്ങളങ്ങ് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. കളി കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. വിശദമായ വിശകലനങ്ങൾ പിന്നീടാവാം. ഏതായാലും സാന്റിയാഗോ ബെർണാബുവിലേക്കുള്ള ഹോസെ മൊറീഞ്ഞോയുടെ മടങ്ങി വരവ് ട്രൂലി സ്പെഷ്യലായി. അദ്ദേഹത്തെ സ്പെഷ്യൽ വൺ എന്നാണല്ലോ റയൽ മാഡ്രിഡ് ആരാധകർ പറയാറ്. അപ്പോൾ അദ്ദേഹം ആ മടങ്ങി വരവ് ട്രൂലി സ്പെഷ്യലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ റയൽ കളിച്ചാൽ എതിരാളികൾ ഭയന്നേ പറ്റൂ. കോമ്പിനേഷനുകൾ കൃത്യമായി വർക്ക് ചെയ്ത ഒരു മത്സരം. എനിക്കതാണ് ഈ കളി കണ്ടപ്പോൾ തോന്നിയത്. പ്രത്യേകിച്ച് അവരുടെ ആ സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള ആ ഒരു റാപ്പോ ഒക്കെ മികച്ച രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും. വിനിയൊക്കെ ഗോൾ അടിക്കുമ്പോൾ ബെല്ലിംഗാമിൻ്റെയൊക്കെ ഒരു ആവേശം ആഘോഷവും ഒക്കെ ഒന്ന് കാണണമായിരുന്നു. വിനി പോയിട്ട് മൊറീഞ്ഞോക്കൊപ്പം ഗോൾ ആഘോഷിക്കുന്നു. അല്ലെങ്കിലും വിനി ജൂനിയർ റയൽ മാഡ്രിഡിൻ്റെ എല്ലാ കോച്ചുമാരോടും നല്ല രൂപത്തിലാണ് ബന്ധമുണ്ടാക്കിയത്, ഒരാളൊഴികെ. അയാളെ പിന്നെ ഇടയ്ക്ക് വെച്ച് സാക്ക് ചെയ്തു പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അപ്പോൾ വിനി ജൂനിയറും നല്ല രൂപത്തിൽ കളിക്കുന്നു. കിലിയൻ എംബാപ്പയാണെങ്കിൽ പോയ സീസണിൽ ഗോൾ അടിച്ചു കൂട്ടി കിരീടങ്ങളൊന്നും ഇല്ലാതെ പോയി. ഈ സീസണിൽ ഇതാ ഹാട്രിക്ക് നേടിക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കൂടുതൽ ഗോൾ വർഷം നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ നിൽക്കുന്നത്. ഡിഫൻസിലാണെങ്കിൽ ഹുയ്സനും കൊനാറ്റയും മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കുക്കറയ രണ്ടാം പകുതിയിൽ വന്നിട്ട് മികച്ച രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചു. ആർദ ഗ്യൂളർ ഈ കളിയിൽ എടുത്തു പറയേണ്ട മറ്റൊരു താരമാണ്. നമ്മളിപ്പോൾ ഈ വിനി, ബെല്ലിംഗാം, എംബാപ്പെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അവരെയാണല്ലോ ഈ ഗോൾ കോൺട്രിബ്യൂഷനും ഒക്കെ കൂടുതൽ നടത്തിയിട്ടുള്ളതുകൊണ്ടാണ്. പക്ഷേ അതുമാത്രമല്ല, ആർദ ഗ്യൂളർ 5 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ മികവ് വീണ്ടും രാഗി മിനുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ റയൽ ആരാധകർക്ക് വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കളിയാണ്. പക്ഷെ എല്ലാം ഭദ്രമാണ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം ആദ്യ പകുതി അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. റയൽ സോസിഡാഡിന് ആവശ്യത്തിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുകയും അവരത് മുതലാക്കാൻ ശ്രമിക്കുകയും അവരൊരു ഗോൾ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കാൻ ഹോസെ മൊറീഞ്ഞോയുടെ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കളിയിലേക്ക് നമ്മൾ വിശദമായിട്ട് വരികയാണ്. മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും മികച്ച നിരയെ തന്നെ കോച്ച് കളിക്കളത്തിലേക്ക് വിടുന്നു. മുന്നേറ്റങ്ങൾ നയിക്കാൻ കിലിയൻ എംബാപ്പെ, അദ്ദേഹത്തെ സഹായിക്കാൻ ആർദ ഗ്യൂളറും ജൂഡ് ബെല്ലിംഗാമും വിനി ജൂനിയറും. മധ്യനിരയിൽ ബെർണാഡോ സിൽവയും ഫെഡെ വാൽവർദയും തന്നെ ഡബിൾ പിവോട്ടായിട്ട് തുടരുന്നു. ഡിഫൻസിൽ കൊനാറ്റയും ഹൂയിസനും, പിന്നെ ഇരുപാർശ്വങ്ങളിൽ ഡംഫ്രീസും കടേറസും, ഗോൾ കീപ്പറായിട്ട് തിബോട്ട് കോർട്ടുവ. ഇതായിരുന്നു ടീമിൻ്റെ ഒരു ഘടന. മറുഭാഗത്ത് ഒയർസബാളിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ടക്കെഫ്യൂസ, കുബോ, സൂസിച്ച് തുടങ്ങിയ മികച്ച താരങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് റയൽ സോസിഡാഡ് ഇറങ്ങിയതെന്ന കാര്യം ഓർക്കണം. ആദ്യ പകുതിയിലൊരു കാര്യം നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും റയൽ മാഡ്രിഡ് ആധിപത്യം പുലർത്തി. പക്ഷേ പൂർണ്ണമായിട്ടും മാച്ച് കൺട്രോൾ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അതാണ്, എംബാപ്പയുടെ ചില ഡേഞ്ചറസ് ആയിട്ടുള്ള റണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം മറുഭാഗത്ത് റയൽ സോസിഡാഡും കിട്ടിയ സ്പേസും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തി അവരും നീക്കങ്ങൾ നടത്തിയിരുന്നു. കളിയുടെ 40 മിനിറ്റ് വരെ അങ്ങനെ പോയി. 40ാമത്തെ മിനിറ്റ് തൊട്ട് ഓരോ 20 മിനിറ്റിലും കിലിയൻ എംബാപ്പയുടെ ഗോൾ. 40ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ വരുന്നു. ആ ഡെഡ് ലോക്ക് അവിടെ പൊട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ, വാൽവർദയുടെ അസിസ്റ്റിൽ നിന്ന് എംബാപ്പയുടെ ഗോൾ പിറക്കുന്നു. റയൽ മുന്നോട്ട് പോയി. പക്ഷേ പിന്നാലെ തന്നെ ഒരു ലൂസ് ബോൾ, അത് ക്യാപിറ്റലൈസ് ചെയ്ത് റയൽ സോസിഡാഡ് ഗോൾ മടക്കുന്നു. 44ാമത്തെ മിനിറ്റിൽ സൂസിച്ചിൻ്റെ ഗോളിലൂടെ 1-1 സമനില. അപ്പം ഹാഫ് ടൈം ആകുമ്പോഴേക്കുള്ളൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ ഇത് പോരാ. പ്രത്യേകിച്ച് ചില മാറ്റങ്ങൾ കോച്ച് വരുത്തേണ്ടതുണ്ട്. കുക്കറയെ കളിക്കളത്തിലേക്ക് വിടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. രണ്ടാം പകുതി തുടക്കത്തിൽ തന്നെ കോച്ച് അത് ചെയ്തു. റയൽ കളി പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നു എന്നൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാറ്റിമറിക്കാൻ തന്നെ കോച്ച് തീരുമാനിക്കുകയും രണ്ടാം പകുതിയിൽ അതിലേക്കുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തി. കുക്കറയെ കളിക്കളത്തിലേക്ക് വരുന്നു കറേറസിന് പകരം. തീർച്ചയായിട്ടും അത് റയലിന് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ബെല്ലിംഗാം എംബാപ്പെ വിനി, ആ ഒരു കോംബോ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്ന് പറഞ്ഞാൽ എംബാപ്പയുടെ രണ്ടാമത്തെ ഗോൾ അത് മനോഹരമായിട്ടുള്ളൊരു നീക്കത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. കിടലൻ അറ്റാക്കിംഗ് ത്രെട്ട് റയലിന് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വന്ന ഒരു ഗോളാണ്. 60ാമത്തെ മിനിറ്റിൽ 2-1 റയൽ മുന്നിൽ. തീർന്നില്ല എന്ന് മാത്രമല്ല, വിനിക്ക് ഒരു ഗോൾ അത്യാവശ്യമായിരുന്നു. ആദ്യ കളിയിൽ എവേ മത്സരമാണെങ്കിലും ഉണ്ടായ സംഭവവികാസങ്ങളും രണ്ടാമത്തെ കളിയിൽ ഒരു 10-60 മിനിറ്റ് വരെ
അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഇനി ഉണ്ടാക്കിയോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ടായി നിൽക്കവേ അദ്ദേഹത്തിനൊരു ഗോൾ ആവശ്യമായിരുന്നു. ബെല്ലിംഗാം കൊടുത്ത ബോൾ വളരെ അനായാസം വിനി വലയിലേക്ക് എത്തിക്കുകയും ചെയ്തതോടുകൂടി റയൽ കളി ജയിച്ചു എന്ന് ഉറപ്പാക്കിയതാണ്. പക്ഷേ വിനിയുടെ അസിസ്റ്റ് വരാനിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതും കിടിലൻ നീക്കമാണ്. ആ ഒരു ഡിഫൻഡറൊക്കെ മനോഹരമായിട്ട് പെനാൽറ്റി ബോക്സിൽ ഇങ്ങനെ മറികടത്ത് അങ്ങോട്ട് പോയിട്ട് വളരെ സിമ്പിളായിട്ട് കൊടുത്തൊരു പാസ്. അത് കാണാൻ മനോഹരമായിരുന്നു. പക്ഷെ ചെയ്യാൻ അത്ര സിമ്പിളൊന്നുമല്ല. വിനി ചെയ്തപ്പോൾ അത് സിമ്പിളായെന്ന് ഫീൽ ചെയ്തതുള്ളൂ. എംബാപ്പയ്ക്ക് പിന്നെ അത് ഫിനിഷ് ചെയ്യേണ്ട പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പിന്നെ അതിലും എടുക്കലാണല്ലോ. കിടലിനായിട്ട് അങ്ങ് ഫിനിഷ് ചെയ്തു. ഹാട്രിക്ക്, എംബാപ്പയുടെ ഹാട്രിക്ക്, വിനിയുടെ അസിസ്റ്റ്. പോരെ 4-1 എന്ന രൂപത്തിലേക്ക് റയൽ മാഡ്രിഡ് മാറിപ്പോയി. കളി അവർ പിടിച്ചു എന്നർത്ഥം. പിന്നാലെ വിനി ജൂനിയറെ പിൻവലിച്ചുകൊണ്ട് യാൻ ഡയമണ്ടെ കളിക്കളത്തിലേക്ക് വിടുന്നുണ്ട് കോച്ച്. അതിന് കാരണവും പറയുന്നുണ്ട് കോച്ച്. അതാണതിലെ ഏറ്റവും നല്ല കാര്യം, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഹോസെ മൊറീഞ്ഞോ താരങ്ങളെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാര്യം. ഹോസെ മൊറീഞ്ഞോ പറയുന്നുണ്ട്, വിനി ആ ഗോൾ അടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വിനിയെ പിൻവലിക്കില്ലായിരുന്നു. വിനി ഗോൾ അടിച്ചു, അസിസ്റ്റ് കൊടുത്തു. ഇനി കഴിഞ്ഞ സീസണിൽ അവനെ ആരാധകർ കൂവിയത് എനിക്കറിയാം. അപ്പോൾ ഈ ആരാധകർ അവനെ എത്രത്തോളം പുകഴ്ത്തുന്നു എന്നുള്ളത് എനിക്ക് അവനെ കേൾപ്പിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ പിൻവലിച്ചത്. ആ കയ്യടി അവൻ കേൾക്കട്ടെ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സമയത്തുള്ള കയ്യടി അവൻ കേൾക്കട്ടെ, അവൻ്റെ മനം കുളിർക്കട്ടെ. അതിന് തന്നെ ചെയ്ത സബ്സ്റ്റിറ്റ്യൂഷനാണെന്ന് കോച്ച് പറയുമ്പോൾ എത്രത്തോളം ആ കോച്ച് ഈ താരങ്ങളെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ കയ്യടി, ബെർണാബി മൊത്തം അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കുന്ന കാഴ്ച, അദ്ദേഹവും മനസ്സ് നിറഞ്ഞുകൊണ്ട് കളിക്കളം വിടുന്ന കാഴ്ച, അതൊക്കെയാണ് ഇതിനൊരു മനോഹാരിത. അതറിഞ്ഞ് അത്തരം മൊമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നയാളാവണം കോച്ച്. അതാണ് മൊറീഞ്ഞോ, അതാണ് അദ്ദേഹം സ്പെഷ്യൽ വൺ ആവുന്നതും. ഏതായാലും 84-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പിൻവലിച്ചുകൊണ്ട് യാൻ ഡയമണ്ടെ ഇറക്കി. ബെർണാഡോ സിൽവയെ പിൻവലിച്ചുകൊണ്ട് പിന്നാലെ എസ്പിയും വന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും നടക്കാനുണ്ടായിരുന്നില്ല. ബ്രൈൻ ഗോൾ അടിച്ചു എന്ന് കരുതി, പക്ഷേ പിന്നീടത് റൂൾഡ് ഔട്ടാക്കി മാറ്റുകയായിരുന്നു. ഏതായാലും മത്സരം ഒടുവിൽ 4-1 റയൽ മാഡ്രിഡ് വിജയിച്ച് കയറുമ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം, ആരാധകരുടെ മനസ്സ് നിറച്ചൊരു പ്രകടനം എന്ന് തന്നെ ഞാൻ പറയും. കിലിയൻ എംബാപ്പെ 10-ൽ 10 റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന് സോഫാ സ്കോർ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് ഹോസെ മൊറീഞ്ഞോ പറയുന്നൊരു വാക്കുണ്ട്, ഇൻസെയിൻ. അതുപോലെ ഫെഡെ വാൽവെർദെ പറയുന്നത് സ്പെക്ടാക്കുലർ, ഇൻക്രെഡിബിൾ. അതുപോലെ കുക്കറയ പറയുന്നുണ്ട് അവൻ്റെ കൂടെ കളിക്കുന്ന ഒരു പ്രിവിലേജാണ് അല്ലേ. അപ്പോൾ ഈ താരങ്ങളെല്ലാവരും മിന്നും പ്രകടനം നടത്തി മികച്ചൊരു കോമ്പിനേഷൻ, മികച്ചൊരു റാപ്പോ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും റയൽ ആരാധകർ ഹാപ്പിയിലാണ്. ഇത് നൽകുന്ന സൂചന എന്താണ്? അതാണ് ഇപ്പോൾ ഇതിപ്പം സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ എല്ലാം റയൽ അങ്ങ് കൊണ്ടുപോയി എന്നാണോ താൻ പറയുന്നതെന്നൊക്കെ ചോദിക്കാൻ ആളുകളുണ്ടാവും. അല്ല എന്ന് പറയാനുള്ള കുറേ കാര്യങ്ങളും പലർക്കും ഉയർത്തി കാണിക്കാനും ഉണ്ടാകും. അതൊക്കെ ഞാൻ സമ്മതിക്കുകയാണ്. കാരണം ഇത് പലതരത്തിൽ ഇപ്പോൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണെ പറ്റി പറയുകയാണ്. ഇപ്പോൾ CB പെയറിങ് കൊനാറ്റയും ഹുയ്സനും അത്ര മികച്ചതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. യൂറോപ്പിലെ ടോപ്പ് ടീമുകളിൽ ഏറ്റവും മികച്ച CB പെയറിങ്ങുകളുടെ കൂട്ടത്തിൽ ഇത് പെടുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. അത് ശരിയാ. പക്ഷേ എത്ര മിലിറ്റാവൊക്കെ ഇനിയും വരാനുണ്ട്, പരിക്ക് പറ്റി നിൽപ്പാണ്, മടങ്ങി വരും. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ഇപ്പോഴും ഫുൾ ബാലൻസ് ഉണ്ടോ, റോഡ്രിയെ കിട്ടാതിരുന്ന അവർക്ക് തിരിച്ചടിയല്ലേ എന്ന് ചോദിച്ചാൽ ബെർണാഡോ സിൽവയ്ക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, സംശയമില്ല, അതും ശരിയാണ്. പിന്നെ എംബാപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം ഗോളടി തുടരുന്നുണ്ട്. അപ്പോൾ പോയ സീസണിലൊക്കെ ഗോളടിച്ചിരുന്നില്ലേ, പിന്നെ ഇത്ര ആഘോഷിക്കാനുണ്ടോ എന്ന് ചോദിക്കും. പോയ 2 സീസണുകളിലും ഗോളടിച്ച് കൂട്ടിയതല്ലേ, എന്നിട്ട് കിരീടം ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ദോഷൈക ദൃക്കുകൾക്ക് അത് കാണാം. പക്ഷെ ഞാനിവിടെ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല, ഈ കളിയിലെ പോസിറ്റീവ്സ് മാത്രം എടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കളിയിൽ കുറേ പോസിറ്റീവ്സ് ഉണ്ട്. അത് റയൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കാര്യവുമാണ്. വരും മത്സരങ്ങളിൽ റയൽ കൂടുതൽ മികവിലേക്ക് പോകുമെന്ന് തന്നെ പ്രതീക്ഷ. പ്രത്യേകിച്ച് ഈ സൂപ്പർ താരങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം, അവരുടെ ഈഗോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാവുന്ന ഒരാളാണ് അവിടെ കോച്ച് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സന്തോഷം അവിടെ ആരാധകർക്കുണ്ടാവുന്നത്. അടുത്ത മത്സരം മലാഗക്കെതിരെയാണ്. അവിടെ റയൽ കൂടുതൽ കരുത്ത് കാണിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് ഉടൻ കാണാം.